സുഹൃത്തുക്കളെ നമസ്കാരം. ഞാൻ മകേഷ് വടക്കഞ്ചേരിയാണ്. ഞാനിന്ന് പാലക്കാട് ജില്ലയിൽ കൊടുമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണുള്ളത്. ഒരു സഹോദരിയുടെ ദയനീയാവസ്ഥയായ ആ ജീവിതം, അവരുടെ അവസ്ഥ, അവർ പ്രതീക്ഷിച്ച ജീവിതം കൈവിട്ടു പോകുമ്പോൾ നമ്മുടെ ലോകത്ത് പലർക്കും സംഭവിക്കുന്ന ഒരു കാര്യമാണ് അവർക്ക് സംഭവിച്ചുള്ളൂ. ഭർത്താവ് ഉപേക്ഷിച്ചു പോയിട്ടും ഏക പ്രതീക്ഷ ഒരു മകളായിരുന്നു. പക്ഷെ മകളെയും ഭർത്താവ് കൊണ്ടുപോയി. ഒരു തെറ്റും ചെയ്യാത്ത ഈ സഹോദരി വളരെ ദുരിതത്തിൽ ബന്ധുക്കളെ വീട്ടിൽ വർഷങ്ങളായിട്ട് അവരുടെ ആശ്രയത്തിൽ കഴിയേണ്ടി വന്നു. അവർക്ക് നോക്കാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് ലാസ്റ്റ് എത്തി. അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഒരു വൃദ്ധസദനത്തിലേക്ക് ആക്കാൻ വേണ്ടിയിട്ടാണ് എനിക്കൊരു കോള് വരുന്നത്. ഞാൻ അവിടെ ചെന്ന് നോക്കി. എനിക്ക് പറയാനുള്ള കാര്യം, നമുക്ക് ജീവിതം ഒരിക്കലേ ഉള്ളൂ. അത് ജീവിച്ച് മരിക്കുവാൻ നമ്മൾ ഓരോ ദിവസവും പടാപ്പാട് പെടുന്ന മനുഷ്യരാണ് നമ്മൾ. ഇനി ഒരു മറുജന്മത്തിൽ നമുക്ക് ഇങ്ങനെയുള്ളവരെ കണ്ടുമുട്ടാനോ നമ്മളെ ബന്ധുമിത്രാദികളെ കാണാനോ നമുക്ക് കഴിയില്ല. കിട്ടുന്ന അവസരങ്ങൾ ഇങ്ങനെ ഉപേക്ഷിച്ച് പോകുന്നവരോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. നിങ്ങൾ ലോകത്ത് എന്തൊക്കെ വാരിക്കൂട്ടി എന്തൊക്കെ സംഭവിച്ചാലും ഇപ്പോഴും ഇതുപോലെ കണ്ണീരും അവരുടെ ആ വിഷമം, ആ സഹോദരിയുടെ മനസ്സ് മൊത്തം തകർന്നു. അവരൊരു മെന്റൽ പ്രോബ്ലത്തിലേക്ക് ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ആ സഹോദരിയെ കണ്ടിട്ട് ഭയങ്കര വിഷമമായി. നമ്മളൊക്കെ മനുഷ്യരാണ്. നിങ്ങൾക്ക് ഇതുപോലെ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള സാഹചര്യത്തിൽ നോക്കാണ്ടായാൽ എൻ്റെ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. ഈ നമ്പറിൽ നിങ്ങൾ ഏത് നാട്ടിലായിക്കോട്ടെ, ഞാൻ പാലക്കാട്, കാസർഗോഡ്, അത് കണക്ക് മലപ്പുറം, വയനാട്, കൊല്ലം, തിരുവനന്തപുരം, അങ്ങനെ പല മേഖലകളിൽ ഒറ്റപ്പെട്ട വൃദ്ധ മാതാപിതാക്കളെ ഏറ്റെടുത്ത് സംരക്ഷിക്കുന്ന ഒരു സ്നേഹ ഭവനമാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ ഈ സഹോദരിയെ ആ സ്നേഹഭവനത്തിലേക്ക് കൊണ്ടുപോയി ഞങ്ങൾ സംരക്ഷിക്കാൻ പോവുകയാണ്. ആരുപേക്ഷിച്ചാലും നമ്മളെപ്പോലുള്ള സന്നദ്ധ സംഘടകർ ഈ നാട്ടിൽ അവരെ സംരക്ഷിക്കാനുണ്ട് എന്നതിൻ്റെ ഒരു മെസ്സേജാണ് ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നമുക്കൊന്ന് കണ്ടു നോക്കാം. നമസ്കാരം. എന്താണ് ചേച്ചിക്ക് പറ്റിയത്? കല്യാണം വെച്ച് കൊടുത്തിട്ട് വേണ്ട പറഞ്ഞു കൂട്ടിക്കൊണ്ടുവന്നു. ഇപ്പൊ നമ്മുടെ അവിടെ ഇരുന്ന് 6 കൊല്ലം. ഇപ്പൊ മാനസികമായിട്ട് ഒരു പ്രശ്നമാണ് അല്ലേ? മകളും ഭർത്താവും ഉപേക്ഷിച്ച് പൂർണ്ണമായിട്ടും അല്ലേ? ആരും നോക്കുന്നില്ല. ആരും നോക്കുന്നില്ല. പിന്നെ ഞാനും മാത്രമേ, എനിക്കും പണിക്ക് പോകാൻ പറ്റില്ല. ഇയാളുടെ കൊണ്ടാണ് നമ്മുടെ ജീവിതം. ഇയാൾക്ക് 10 ദിവസം പണിയിട്ട് 10 ദിവസം പണിയില്ല, കൂലിപ്പണിയല്ലേ. പിന്നെ അവന്റെ ഒരു കൊണ്ട് നമ്മൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നത്. ബുദ്ധിമുട്ടും എല്ലാം കൊണ്ടാണ്. ബുദ്ധിമുട്ടാണ് അല്ലേ? എത്ര വയസ്സുണ്ട് ചേച്ചിക്ക്? 43 വയസ്സുണ്ട്. 43 വയസ്സായ ഈ സഹോദരിയെ ഭർത്താവും മകളും ഉപേക്ഷിച്ച് ആ പൊട്ടിപ്പൊളിഞ്ഞ ഒരു വീട്ടിൻ്റെ ഉള്ളിൽ ഈ കുടുംബം കഴിഞ്ഞുകൂടുകയാണ്. അപ്പോൾ ആ വിവരം വിളിച്ചറിയിച്ചാണ് ഞങ്ങളിവിടെ എത്തുന്നത്. അപ്പം ഈ സഹോദരിക്ക് സ്നേഹഭവനത്തിലെ ഒരു അന്തോവാസിയായി ഞങ്ങൾ കൂട്ടിക്കൊണ്ടു പോകുന്നതിന് മുമ്പ് സർക്കാരും മറ്റ് അധികൃതരും ഇത് കണ്ടത് ഈ പാവപ്പെട്ട ഈ പൊട്ടിപ്പൊളിഞ്ഞ് ചോർന്നൊലിച്ച് കിടക്കുന്ന ഈ അച്ഛനും അമ്മയ്ക്കും വീട് കറണ്ടും എത്രയും പെട്ടെന്ന് അവർക്ക് സഹായം എത്തിക്കണം എന്നും കൂടി ഞാൻ ഈ വീഡിയോയിലൂടെ പറയുകയാണ്. കാരണം ഇന്നും എത്രയൊക്കെ നമ്മളൊക്കെ വളർന്നു വലുതായി വളരെ ഉന്നത ലെവലിലേക്ക് എത്തിയാലും വികസനങ്ങളും ഒക്കെ നാട്ടിൽ കൂടിയാലും ഇതുപോലുള്ള നിർധനരായ ഒരുപാട് പാവങ്ങൾ ഇന്നും പട്ടിണി പാവങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. കാരണം മരുന്നിനും അവരെ നോക്കാനൊന്നും വഴിയില്ലാതെ സ്വന്തം മക്കളും കൂടെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ അവസ്ഥ വളരെ മോശകരമാണ്. ഇതൊക്കെ ആരോട് പറയാനാ? നമ്മൾ തേടിയെത്തുന്ന ഇത്തരത്തിലുള്ള പാവങ്ങളെ കണ്ടെത്തി നമ്മളെങ്കിലും സംരക്ഷിക്കാതായാൽ ഇവരെ ഇനി വേറൊരു വഴിയില്ല. എന്തായാലും ചേച്ചിയോട് ചോദിക്കാം. ചേച്ചി, അനാഥാലയത്തിൽ പോവാ അല്ലേ? അനാഥാലയത്തിൽ പോവാ അല്ലേ? അല്ല, വേറെ എന്താ വഴി അല്ലേ? അതെ, മാനസികമായിട്ട് തകർന്നു. എല്ലാവരും പ്രതീക്ഷകൾ നഷ്ടപ്പെടുമ്പോൾ അവരെ സഹായിക്കാൻ ആരുമില്ല. നമുക്ക് പറയാൻ വാക്കുകളില്ല. ഈ ജീവിതവും ഈ കുടുംബവും ഒക്കെ ഇത്രയും വളരെ മോശകരമായ രീതിയിലാണ് അവർ പോകുന്നത്. എന്തായാലും അനിയത്തിനെ നമുക്ക് സ്നേഹഭവനത്തിൽ കൊണ്ട് നിർത്തി നോക്കാം അല്ലേ? ഇടയ്ക്ക് വന്ന് നോക്കാം കേട്ടാ. വിഷമിക്കണ്ടേ, സങ്കടമൊന്നും വേണ്ട കേട്ടാ. അല്ലേ? അമ്മയ്ക്ക് ഹാപ്പിയാണ്. പോവാ അല്ലേ ചേച്ചി? ചേച്ചിക്ക് തയ്യാറാണ്. അപ്പം ഞങ്ങള് സ്നേഹഭവനത്തിലേക്ക് പോവാണ്. പോവാ. കണ്ടല്ലോ സുഹൃത്തുക്കളെ, നമുക്ക് ഈ സ്നേഹഭവനത്തിൽ കിടക്കുന്ന അന്തോവാസികൾ തികച്ചും തെരുവോരങ്ങളിൽ ബന്ധുമിത്രാദികൾ ഉപേക്ഷിച്ചും ഒക്കെ ഇട്ട വൃദ്ധ ആൾക്കാരാണ്, വൃദ്ധ മാതാപിതാക്കളാണ്. കാരണം നമ്മൾ അവരെ വേദനിപ്പിക്കാൻ നമ്മൾ ശ്രമിക്കരുത്. നമുക്ക് പറ്റില്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതുപോലുള്ള വൃദ്ധസദനങ്ങളിൽ ഏൽപ്പിച്ചാൽ 3 നേരം ഭക്ഷണം അവരുടെ മരുന്നും കിട്ടിയാൽ അവർ സ്വർഗം
അതായത് സ്വർഗലോകത്ത് ജീവിക്കും പോലെ ജീവിക്കും. വീർപ്പ് മുട്ടി നമ്മളെയൊക്കെ മനസ്സ് എരിഞ്ഞെരിഞ്ഞ് അടങ്ങും പോലെ അവരെ നോക്കരുത് ആരും. ഞാൻ എപ്പോഴും ഞാൻ എല്ലാവരോടും പറയാറുള്ള കാര്യമാണ്. മനസ്സ് വേദനിക്കുന്നത് ഒരുപാട് വേദനിക്കുമ്പോൾ ആ ശാപം നമ്മുടെ ഓരോരുത്തവരെയും കുടുംബങ്ങൾക്കും മക്കൾക്കും എല്ലാവർക്കും അത് ബാധിക്കും. മനസ്സെരിഞ്ഞാൽ അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അത് ചെയ്യരുത്. വിശക്കും പോലെയാണ്. നമ്മളെ വിശപ്പ് ഒരുപാട് വിശക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ പ്രശ്നങ്ങൾ അറിയാലോ, പല രോഗത്തിലേക്ക് പോകും. അതുപോലെ നമ്മൾ ഉപേക്ഷിക്കുമ്പോൾ നമുക്കുണ്ടാവുന്ന ആ ബ്രെയിനിലുണ്ടാവുന്ന ആ മാനസിക ആ പരിഭ്രാന്തികൾ ഒരുപാട് പ്രശ്നങ്ങളാണ്. എവിടെയും ചികിത്സിച്ചാൽ പോലും ചിലപ്പോൾ ഭേദമാവില്ല. മയക്കുമരുന്നിന് അടിമപ്പെടും പോലെയാണ്. ഒരു രോഗിയായിപ്പോയാൽ ആ മെന്റലിന്റെ ആ മാനസിക രോഗിയുടെ മരുന്ന് ഇല്ലാണ്ട് അവർക്ക് പിന്നെ ആ ലോകത്ത് ജീവിക്കാൻ പിന്നെ കഴിയില്ല. കുറച്ചു കാലമൊക്കെ നമ്മൾ നോക്കും. അത് കഴിയുമ്പോൾ അവരെ നിയന്ത്രിക്കാനും ആ മരുന്ന് കൊടുക്കാനും ചിലപ്പോൾ ആരും ഇല്ലാതെ വരും. ആരും അനാഥരല്ല, അനർത്ഥപ്പെടുന്നവരാണ്. അനർത്ഥപ്പെടാണ്ടിരിക്കാൻ സർവേശ്വരൻ ഇങ്ങനെയുള്ളവരെ സഹായിക്കാനും എല്ലാവർക്കും നല്ല മനസ്സുണ്ടാവട്ടെ സുഹൃത്തുക്കളെ എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.